നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. സ്പെയിനിൻ്റെ വിജയാഘോഷ പരിപാടികൾക്കിടയിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയെ അപമാനിക്കുന്ന തരത്തിലുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് പ്രസൻറ്റർ നടത്തിയത് വലിയ രൂപത്തിൽ ഇപ്പോൾ ഫുട്ബോൾ ലോകത്ത് ചർച്ചയാകുന്നു, വിവാദമാകുന്നു. സംഗതി ഇതൊക്കെ തമാശയല്ലേ എന്ന രൂപത്തിൽ പറഞ്ഞു വിടുന്നുണ്ട് സ്പാനിഷ് ആരാധകരും അങ്ങനെയുള്ള സോക്കോൾഡ് നിഷ്പക്ഷ ആരാധകരും. പക്ഷേ ക്രിസ്ത്യാനോ ആരാധകരും അതുപോലെ തന്നെ ഫുട്ബോൾ ലോകത്തെ മറ്റൊരു വലിയ വിഭാഗവും എന്തൊക്കെ പറഞ്ഞാലും ക്രിസ്ത്യാനോയെ ഇങ്ങനെ അപമാനിക്കുന്നത് ശരിയല്ല, അനാവശ്യമായിട്ടാണ് ക്രിസ്ത്യാനോയെ അതിലേക്ക് വലിച്ചു കഴിച്ചത് എന്നാണ് മറ്റൊരു വിഭാഗം പറയുന്നത്. എക്സിലൊക്കെ ഇത് വലിയ രൂപത്തിൽ ചർച്ചയായിട്ടുണ്ട്. ഈവൻ പോർച്ചുഗീസ് മാധ്യമങ്ങൾ വരെ ഇത് വാർത്തയാക്കി. ഡെബോലയുടെ റിപ്പോർട്ടിലേക്ക് കാണാൻ പറ്റും. അപ്പോൾ ഏതായാലും സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ സ്പാനിഷ് ടീമിലെ വിജയിച്ച താരങ്ങളെ ഓരോരുത്തരെയും ഇങ്ങനെ സ്റ്റേജിലേക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വിശേഷിപ്പിച്ച് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിലാണ് എർമി പിനോയെ വിളിക്കുന്നത്. എർമി പിനോയെ പ്രസൻറ്റർ വിളിക്കുന്നത് എങ്ങനെയാണ്? അദ്ദേഹത്തെ നമ്മളെല്ലാവരും ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നാണ് വിളിക്കാറുള്ളത്. പക്ഷേ ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേരിൽ വേൾഡ് കപ്പ് ഇദ്ദേഹത്തിൻ്റെ റെസ്യൂമിലുണ്ട്. CR7 അതില്ല. അപ്പോൾ അതുകൊണ്ട് ഇനി അങ്ങനെ വിളിക്കുന്നത് ശരിയല്ല എന്ന അർത്ഥം ചോദിപ്പിക്കുന്ന തരത്തിലാണ് സംസാരിക്കുന്നത്. മിഡ്ഫീൽഡർ ഓഫ് ദി നാഷണൽ ടീം, കോൺഫറൻസ് ലീഗിലെ വിന്നർ, അവർ വേൾഡ് ചാമ്പ്യൻ എർമി പിനോ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. സംഗതി ഒക്കെ ഓക്കെയാണ്, അദ്ദേഹം വേൾഡ് ചാമ്പ്യനൊക്കെയാണ്, അതിൽ അവർക്ക് ആഘോഷവും നടത്താം. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിൽ കയറി ക്രിസ്ത്യാനോ റൊണാൾഡോയെ ഉൾപ്പെടുത്തേണ്ട കാര്യം? ശരിയാണ്, ക്രിസ്ത്യാനോക്ക് വേൾഡ് കപ്പില്ല, സമ്മതിച്ചു. ക്രിസ്ത്യാനോക്ക് വേൾഡ് കപ്പില്ല. 6 വേൾഡ് കപ്പുകൾ ക്രിസ്ത്യാനോ കളിച്ചിട്ടുണ്ട്. 6 വേൾഡ് കപ്പിൽ ഗോളും അടിച്ചിട്ടുണ്ട്. വേൾഡ് കപ്പ് കൊണ്ട് മാത്രമാണോ നിങ്ങൾ ക്രിസ്ത്യാനോ അളക്കാൻ പോകുന്നത്? എത്ര വലിയ നേട്ടങ്ങൾ ചാമ്പ്യൻസ് ലീഗിലും മറ്റുമൊക്കെ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരാളെ എർമി പിനോയൊക്കെ ക്രിസ്ത്യാനോയുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ എന്താണ്? എന്നാൽ നിങ്ങൾ അദ്ദേഹത്തെ ക്രിസ്ത്യാനോ എന്ന് വിളിക്കാറുണ്ടെങ്കിൽ എന്തെങ്കിലും വിളിച്ചോന്നേ എന്ന് പറഞ്ഞിട്ട് ലോകം ശ്രദ്ധിക്കുന്നൊരു വേദിയിൽ വെച്ച് ക്രിസ്ത്യാനോക്ക് കപ്പില്ലാത്തത് കൊണ്ട് ഇനി അങ്ങനെ വിളിക്കാൻ പാടില്ല എന്നും നമ്മുടെ താരം എർമി പിനോക്ക് ഈ പറയുന്ന രൂപത്തിൽ കപ്പുണ്ട് എന്നൊക്കെ പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ശരിക്കും പറഞ്ഞാൽ ആ പ്രോഗ്രാമിൽ ഒരു കാര്യവുമില്ലാതെ CR7 വിജയിച്ച് അദ്ദേഹത്തെ ഒരു കാര്യമില്ലാതെ അവഹേളിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.